നമസ്കാരം, പ്രസ് ലൈൻ ന്യൂസിലേക്ക് സ്വാഗതം. 24 വയസ്സിനുള്ളിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെ 10ലേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സാജൻ. ഗുണ്ടയാവുക എന്നതായിരുന്നു സാജന്റെ ജീവിതാഭിലാഷം. ക്രിമിനൽ കേസുകളിൽ നിരന്തരം ഉൾപ്പെട്ടതോടെ അറിയപ്പെട്ടു തുടങ്ങി. അങ്ങനെ തീക്കാട്ട് സാജൻ എന്ന പേരും വീണു. തൃശൂർ പുത്തൂരിലെ ഓട്ടോ ഡ്രൈവറുടെ മൂത്ത മകനായ സാജൻ +2 വരെയാണ് പഠിച്ചിട്ടുള്ളത്. കൊലപാതക ശ്രമക്കേസിൽ 2 കൊല്ലം അകത്തു കിടന്ന് പുറത്തു വന്ന ശേഷം വീട്ടുകാരുമായി വലിയ ബന്ധമൊന്നുമില്ല. ഇത്തവണത്തെ കൂട്ടാളികൾ അകത്തായതോടെ ആഘോഷിക്കാൻ തയ്യാറോടെയാണ് പണി പാളിയത്. ആവേശം മോഡൽ ജന്മദിനാഘോഷം മുടക്കിയതിന് പോലീസ് സ്റ്റേഷനിൽ ബോംബ് വയ്ക്കുമെന്നായിരുന്നു തീക്കാട്ട് സാജന്റെ ഭീഷണി. പിന്നാലെ സാജനായി തെരച്ചിൽ ഊർജിതമാക്കി. സാജന്റെ പുത്തൂരിലെ വീട്ടിലും ഉറ്റ അനുയായികളുടെ വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തി. പ്രായപൂർത്തിയാവാത്ത 16 കുട്ടികളുമുണ്ടായിരുന്നു ജന്മദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയവരിൽ. അവരെ താക്കീത് ചെയ്ത് ബന്ധുക്കൾക്കൊപ്പം വിട്ടിട്ടുണ്ട്. പിള്ളേരെ തൊടാറായോ എന്ന് SIയുടെ മൊബൈൽ ഫോണിലും പോലീസ് സ്റ്റേഷനിലേക്കും കമ്മീഷണർ ഓഫീസിലേക്കും വിളിച്ച് ഭീഷണി മുഴക്കുകയും ചെയ്തു സാജൻ. കൂടാതെ ഈസ്റ്റ് സ്റ്റേഷനിൽ ബോംബ് വയ്ക്കുമെന്ന ഭീഷണിയുമുണ്ടായി സാജന്റേതായി. സാജനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അതേസമയം പ്രായപൂർത്തിയാവാത്ത കുട്ടികളെ സംഘത്തിൽ ചേർക്കുന്നത് മയക്കുമരുന്നിന് അടിമയാക്കിയിട്ടാണോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്.